പ്രതീക്ഷിക്കാതെ സച്ചിയുടെ കാറിൽ 2 മലേഷ്യൻ ദമ്പതികൾ കയറുകയും ആ മലേഷ്യൻ ദമ്പതികൾക്ക് സച്ചിയുടെ പെരുമാറ്റം കണ്ട് ഇഷ്ടപ്പെട്ട് സച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അവർക്കൊരു കുറച്ച് സമയം കൊണ്ട് ഏതോ അടുത്ത ബന്ധമുള്ള ഒരാളെ പോലെയാണ് സച്ചി പെരുമാറുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവരായിട്ട് അടുപ്പം സ്ഥാപിക്കുന്ന സച്ചി തൻ്റെ വീട്ടിലേക്ക് അവരെ വിരുന്നിന് വിളിക്കുകയാണ്. വിരുന്നിന് വിളിക്കുമ്പോൾ മലേഷ്യൻ ദമ്പതികൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ വേറൊരു മലേഷ്യക്കാരി ഉണ്ടല്ലോ ചന്ദ്രോദയത്തിലെ ശ്രുതി, അവൾക്ക് എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൻ്റെ എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ വരുന്നത് കേട്ടോ കൂട്ടുകാരെ. അപ്പം എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രേവതി ഇരുന്ന് മാല കോർക്കുന്നുണ്ട്. സച്ചി രേവതിയുടെ മാല കെട്ടി കഴിയുന്നത് വരെ കാത്തിരിക്കുകയാണ് കേട്ടോ. രേവതിയുടെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ രേവതിയാണ് സച്ചിയേട്ട എന്തിനാ ഇരിക്കണേ, പോയി കിടന്നോളൂ പറയുമ്പേ നീ ഇല്ലാതെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല രേവതി, എനിക്കിത് നാളെ കൊടുക്കാനുള്ള നീ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് വാ പറയുമ്പേ പറ്റില്ല, എനിക്കിത് നാളെ കൊടുക്കാനുള്ളതാ, സച്ചിയേട്ടൻ പോയി കിടന്നോന്ന് പറയാം. അത് ശരിയാവില്ല, അപ്പം എന്നെ കൊണ്ട് പോവൂലേ, എന്താ സംശയം, നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം ശരിയാവില്ല രേവതി, നീ വാ, ഒരു കാര്യം ചെയ്യും, നീ എത്ര നേരം വേണമെങ്കിലും പൂ കെട്ടിക്കോ, ഞാൻ നിനക്ക് കാവലിരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര റൊമാൻസോടുകൂടി ഒരു പാട്ടൊക്കെ പാടി നീ ആ തണലിന് കീഴേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ പാടി രേവതിയോട് റൊമാൻസ് അടിക്കുകയാണ്. ആ സമയത്ത് രേവതി കെട്ടിക്കൊണ്ടിരിക്കുന്ന പൂമാല എടുത്തിട്ട് രേവതിയുടെ തല ചുരുമ്പോൾ അയ്യോ ഇതെനിക്ക് നാളെ കൊടുക്കാനുള്ള സച്ചിയേട്ട പറയുമ്പോൾ സാരില്ല, ഇത് നിന്റെ തലയിൽ ഇരിക്കട്ടെ, ഇതിന്റെ പൈസ ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറയാണ്. ആ സമയത്ത് സച്ചിയുടെ ഫോൺ അടിക്കുകയാണ്. ഫോൺ അടിക്കുമ്പോൾ താരതി സമയത്ത് എന്നിട്ട് ദേഷ്യത്തോടു കൂടി സച്ചി പോയി ഫോൺ എടുക്കുകയാണ്. അപ്പൊ അതിൽ കാണുന്നത് സച്ചിക്കുള്ള ഒരു വാടകയാണ്. 2-3 ദിവസത്തേക്ക് ഒരു മലേഷ്യൻ ദമ്പതികളുടെ ഒരു ട്രിപ്പ്, അവർക്ക് സ്ഥലം മുഴുവൻ കാണിച്ചു കൊടുക്കാൻ, നാട് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാടകോട്ടാണ് സച്ചിക്ക് കിട്ടുന്നത്. അപ്പൊ സച്ചി പറയണ ഫോൺ വെച്ചിട്ട് രേവതി ഒരു അടിപൊളി കോൾ എത്തിയിട്ടുണ്ട്, ഒരു മലേഷ്യൻ ദമ്പതികൾ വന്നിട്ടുണ്ട്, അവർക്ക് നമ്മുടെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കണം. 3 ദിവസം പറയുമ്പോൾ രേവതിയുടെ മുഖം പെട്ടെന്ന് വിഷമത്തിലാവാണ്. എന്തേ അല്ലെങ്കിൽ നല്ല പൈസ കിട്ടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ മുഖം തെളിയുന്നാണല്ലോ, എന്ന് എന്ത് പറ്റിച്ചേക്കും നല്ല. അപ്പൊ സച്ചിയേട്ടൻ ഉണ്ടാവില്ലല്ലോ 3 ദിവസം പറയുമ്പോൾ. ആര് പറഞ്ഞു, ഞാൻ രാവിലെ വൈകിട്ടൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ, രാവിലെ വിടുന്നല്ലേ പോവാ, വൈകിട്ട് വിളിക്കല്ലേ വരിക, നിന്നെ വിട്ടിട്ട് വല്ല കളിയുണ്ടോ ഈ സച്ചിക്ക്, നീ ഇല്ലാതെ സച്ചിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഭയങ്കരമായിട്ട് റൊമാൻസ് അടിക്കുകയാണ് കേട്ടോ രേവതിയോട്. അങ്ങനെ അവരുടെ റൊമാൻസും ഒരു പ്രണയവും ഒരു പാട്ടും ഒരു പൂകെട്ടലും അങ്ങനെ ഒരു പൂക്കാരിയും ഡ്രൈവറും തമ്മിലുള്ള നല്ല അടിപൊളി റൊമാൻറ്റിക് മൂഡാണ് അവിടെ ഉണ്ടാവണത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് ശ്രുതിയും മീരയും കൂടിയിട്ട് ഒരു ഇവിടെ കാത്തു നിൽക്കുകയാണ്, ഒരു കൂൾ ബാറിൽ കാത്തു നിൽക്കുകയാണ്. ആരെയെന്നറിയോ, നമ്മുടെ ആന്റണിയെ. അപ്പൊ ആന്റണിയുടെ കൂട്ടുകാരനും കൂടി വരികയാണ്. എന്താ ശ്രുതി വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. ആന്റണിയാണ് ആ വീഡിയോ റിലീസ് ചെയ്തതെന്ന് സച്ചിക്ക് സംശയം ഉണ്ടെന്ന് പറയാണ്. അതെങ്ങനെ അവന് സംശയം ഉണ്ടാവും, അവന് സംശയമുണ്ട്, ആന്റണി തന്നെ ആ വീഡിയോ റിലീസ് ചെയ്തതെന്നാണ് അവൻ്റെ സംശയം. അറിയാലോ സച്ചിയുടെ സ്വഭാവം, കയ്യിൽപ്പെടേണ്ട ഒന്ന് കരുതിയിരുന്നോ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാ ഞാൻ പറയും ശ്രുതി ആന്റണിയോട്. അപ്പൊ ആന്റണിയൊക്കെ ഇത് പറയാനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയേക്കുമ്പോൾ അതല്ല. അപ്പൊ മീര ചോദിക്കുന്ന നവീൻദാസിന് നീ എന്താ ചെയ്തോ, കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവനെ ചികിത്സിപ്പിച്ച് ഭേദമാക്കി അവനെ നാട് വിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് പറയാണ് ആന്റണി. അപ്പോൾ ശ്രുതിക്ക് സമാധാനം. അപ്പോൾ ശ്രുതി പറയണം എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം, അതിനാ നിന്നോട് കാണണം എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും ഞാൻ വീട് മേടിക്കാൻ വേണ്ടി ഞാനും ശ്രുതിയും കൂടി ഒരു 30 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ പൈസ കൊണ്ട് അയാൾ മുങ്ങി എന്ന് പറയണം. 30 ലക്ഷം രൂപ? അതെ 30 ലക്ഷം രൂപയും കൊണ്ട് അയാൾ മുങ്ങി. അപ്പോൾ ആ പൈസ ഒന്ന് തിരിച്ചു പിടിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം പറയുമ്പോൾ അയാളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ കയ്യിൽ ചോദിക്കും. ഫോട്ടോ ഒന്നുമില്ല, പക്ഷെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ അഡ്വാൻസ് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടെ CCTV ഷൂട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ആളെ മനസ്സിലാവും എന്ന് പറയാണ്. അപ്പോൾ മീര പറയാണ് അവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കണം നീ ശ്രുതിക്ക് പറയുമ്പോൾ ആന്റണി പറയണം ഞാൻ തിരിച്ചു തരുമൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് എൻ്റെ കമ്മീഷൻ വേണം പറയുമ്പോൾ ശരി നിനക്ക് ഞാൻ എത്ര രൂപ കമ്മീഷൻ തരണം ചോദിക്കുകയാണ്. അപ്പോൾ 6% സാധാരണ ഞാൻ എല്ലാവരുടെ അടുത്തും മേടിക്കാറ്, പക്ഷെ നീ അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് 6% മേടിക്കാൻ പറ്റില്ലല്ലോ, നോക്കട്ടെ ഞാൻ പറയാം, എന്തായാലും ഞാൻ പൈസ തിരിച്ച് നിന്റെ കയ്യിൽ ഞാൻ എത്തിച്ചിരിക്കുക ആന്റണിയെ പറയണമെന്ന് പറഞ്ഞിട്ട് ആന്റണിയും കൂട്ടുകാരനും കൂടി പോകണം. അപ്പോൾ ശ്രുതി സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. ആന്റണിയെ പൈസ കൊണ്ടുവരുന്നുള്ള സമാധാനത്തിൽ തന്നെയാണ് ശ്രുതി ഇരിക്കുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ കാറിൽ ദമ്പതികൾ കയറിയിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു വൈഫ് ഹസ്ബൻഡാണ്. അവരിങ്ങനെ സച്ചിയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ മലേഷ്യ എന്നുള്ള സ്ഥലം ചോദിക്കുമ്പോൾ അതേ പറയാം, ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ കറങ്ങാൻ നോക്കുമ്പോൾ ഉണ്ട്, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. ഞങ്ങൾക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്, സാറിന് എന്താ ബിസിനസ് ചോദിക്കുമ്പോൾ ഞാൻ മലേഷ്യയിൽ ബിസിനസ്സാണ്, ചെറിയ ബിസിനസ്സായിരുന്നു, ഇപ്പം അത് വളർന്ന് വലിയ ബിസിനസ്സായി, നമുക്ക് അർപ്പണബോധമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നന്നാവൂടോ സച്ചി എന്നൊക്കെ പറയാണ്. സച്ചിനെ മോനെ വിളിച്ചിട്ടാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഇന്ത്യ മുഴുവൻ
കറങ്ങണം എന്നാണ് ആഗ്രഹം. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നേയുള്ളൂ. ഇനിയിപ്പോൾ ഈ നാടൊക്കെ ഒന്ന് കറങ്ങണം എന്നൊരാഗ്രഹം. അതാണ് പോരാത്തതിന് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അമ്പലം ഉണ്ടോ സച്ചി, ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് തൊഴണം എന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പറയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ സച്ചി പറയണ ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രം ഉണ്ട്, അവിടെ എൻ്റെ വൈഫിന്റെ അമ്മയ്ക്ക് ഒരു പൂക്കടയുണ്ട്, ഒരു കാര്യം ചെയ്യാം അവിടെ പോയി തൊഴാന്ന് പറയാണ്. എന്നിട്ട് സച്ചി ഫോൺ എടുത്തിട്ട് രേവതിയെ വിളിച്ചിട്ട് പറയണേ, രേവതി ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഓട്ടം ഉണ്ടെന്ന്, ഒരു സാറും വൈഫും അവര് അമ്പലത്തേക്ക് വരുന്നുണ്ട് തൊഴാം, അപ്പൊ അവർക്കുള്ള വിശേഷപ്പെട്ട പൂജകളൊക്കെ ഒന്ന് നീ ശരിയാക്കി വെക്കണേ പറയണം. അപ്പൊ ശരി, നീ ഇപ്പൊ എവിടെ ആയിരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് സഹായിക്കാൻ വന്നേക്കാം സച്ചേട്ടാ, ഞാൻ ശരിയാക്കിക്കോളാന്ന് പറയണ. ശരി, അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് എത്താട്ടോ പറയും. അപ്പൊ ശരി പറയും. അപ്പോൾ ആള് ചോദിക്കും, സച്ചി ആരോടാ സംസാരിച്ചു നോക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടാണ് സാർ, അവളെല്ലാം റെഡി ആക്കി വെക്കും, നമ്മൾ അമ്പലത്തേക്ക് പോകുമ്പോഴേക്കും കേട്ടോ, അവിടെ കടയുടെ മുമ്പിൽ അവളുടെ അമ്മയ്ക്ക് ഒരു പൂക്കടയുണ്ടേ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് പോകണം. അപ്പൊ രേവതി ഫോൺ വെച്ചിട്ട് പറയണം, അപ്പൊ ഞാനൊന്ന് അമ്പലത്തിന്റെ ഉള്ളിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് രേവതി എഴുന്നേറ്റ് പോവാണ്, പൂമാല അവിടെ വെച്ചിട്ട്. ഈ സമയത്താണ് ശരത്ത് വരുന്നത്. ശരത്ത് വരുമ്പോൾ നിനക്ക് പോവാറായില്ലേ ചോദിക്കും ദേവു. ഞാൻ പോവാൻ നിൽക്കാനെ പറയുമ്പോൾ രേവതിയുടെ അമ്മ, ശരത്തിന്റെ അമ്മ പേഴ്സ് തുറന്നിട്ട് പൈസ എടുത്തിട്ട് ഇതൊന്നും വേണ്ട അമ്മ എൻ്റെ കയ്യിലുണ്ട് പറയാം. അല്ല, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശരത്തിന് പൈസ ഏൽപ്പിക്കണം. ഈ സമയത്താണ് അമ്പലത്തിന്റെ മുമ്പിൽ ആന്റണിയുടെ കൂട്ടുകാരനെയും കൂടിയിട്ട് അവര് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത്. ഇത് കാണുമ്പോൾ ദേവു പറയും, അമ്മേ ആന്റണി ആണല്ലോ, ശരത്തിനെ കാണാനാണോ അവർ വന്നേക്കണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ശരത്തും കാണുന്നുണ്ട് ആന്റണിയും അയാളും കൂടി പറയുന്നത്. അപ്പൊ ശരത്ത് ഇങ്ങനെ എന്തിനപ്പം അവരിങ്ങോട്ട് വന്നേക്കണെന്ന് ചോദിക്കുമ്പോൾ ശരത്തിന്റെ അമ്മ പറയണം, ശരത്തെ നീ ഒന്നും ചിന്തിക്കേണ്ട, നീ സ്കൂളിൽ പോകാൻ കോളേജിൽ പോകാന്നൊക്കെ പറയണം. അപ്പൊ അല്ല അവര് എന്തിനാ വന്നേക്കണം എന്നല്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഇപ്പൊ അതൊന്നും നോക്കാൻ നിൽക്കണ്ട, നീ നിന്റെ കാര്യം നോക്കി പറയാണ് ദേവു. അപ്പൊ ശരത്ത് ശരി പറയാം. അപ്പൊ ഇവര് ശരത്തിന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് വിചാരിച്ചപ്പോ തെറ്റി, ആന്റണി അമ്പലത്തിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവര് അമ്പലത്തിന്റെ ഉള്ളിലേക്കാണല്ലോ പോകുന്നത്, തൊഴാനായിരിക്കും, ഇവൻ ഇവിടെ വന്ന് തൊഴാനോ? അമ്മേ രേവതി ചേച്ചി എവിടെ ചോദിക്കുമ്പോ രേവതി ചേച്ചി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയിക്കടാ. അപ്പൊ ആന്റണി വന്നക്കത് രേവതി ചേച്ചിയെ കാണാനാവും, അവര് രേവതി ചേച്ചിനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കണം. ശരത്ത് അങ്ങനെയാണെങ്കിലും ഞങ്ങൾ അത് എന്താ വെച്ചാൽ കൈകാര്യം ചെയ്തോളാം, നീ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ദേവു എത്രയും പെട്ടെന്ന് ശരത്തിനെ അവിടെ നിന്ന് കോളേജിലേക്ക് തള്ളിവിടാനുള്ള പരിപാടിയാണ് നോക്കണത് കേട്ടോ. പക്ഷെ ശരത്ത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അവർ പോയ ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ഉള്ളിൽ കിടന്ന ആന്റണിയുടെ കൂട്ടുകാരനും കൂടി ക്ഷേത്രം പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട്, സാറല്ലേ ക്ഷേത്രം പ്രസിഡന്റ്? അതെ, ഞാൻ ആന്റണി. ഇവിടെ കഴിഞ്ഞ മാസം 24-ാം തീയതി ഒരാൾക്ക് വീടിന്റെ പൈസ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ ഈ അമ്പലത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ CCTV ഷൂട്ടേജ് ഒന്നും എനിക്ക് വേണം പറയുമ്പോൾ പ്രസിഡന്റ് തരാൻ പറ്റില്ല. അതെന്താ ചോദിക്കുമ്പോൾ ഇതേ ആവശ്യം പറഞ്ഞിട്ട് രേവതി ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവളോട് തരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് തരാൻ പറ്റില്ല, എന്ത് വിശ്വസിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഷൂട്ട് ചെയ്തെന്ന് നിങ്ങളതിനെ എനിക്ക് മുൻപരിചയം പോലും ഇല്ല. എന്നെ മുൻപരിചയം ഇല്ലേ സാറിന്? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞുതരാം, ഇവിടെ കട നടത്തേണ്ട രേവതിയുടെ അമ്മയില്ല, അവര് പരിചയക്കാരാ, രേവതിയുടെ സഹോദരൻ ശരത്തും ഞാനും പരിചയക്കാരനാ. കാരണം എന്ത് വന്നാലും ശരി, ആര് ചോദിച്ചാലും ഞാൻ ഷൂട്ടേജ് തരില്ല, രേവതിക്ക് ഞാൻ തരില്ല എന്ന് തന്നെയാ പറഞ്ഞത്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ശരത്തും ആന്റണിയുടെ കൂട്ടുകാരും കൂടി ആലോചിച്ച് എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്നിട്ട് അവർ തിരിഞ്ഞു പോവാണ്. ഈ സമയത്ത് രേവതി അമ്പലത്തിൽ തിരുമേനിയോട് പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രദക്ഷിണം വെക്കുന്ന സമയത്താണ് പ്രസിഡന്റ് വന്നിട്ട്, രേവതി നീ ചോദിച്ച അതേ ഷൂട്ടേജ് ചോദിച്ചിട്ട് വേറൊരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരാ ചോദിക്കുമ്പോൾ എന്താ പേരൊരു ആന്റണി എന്ന് എന്താ പറഞ്ഞു. ആന്റണിയോ? അവൻ എന്തിനാ ഈ ഷൂട്ടേജ് ചോദിക്കുമ്പോൾ അറിയില്ല, ഞാൻ നിന്നോട് പറഞ്ഞ പോലെ തന്നെ കൊടുക്കില്ല എന്ന് തന്നെ അവനോടും പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അദ്ദേഹത്തിന് വേറൊരു ഫോൺ വരും. അപ്പൊ അദ്ദേഹം ഫോണും കൊണ്ട് പോകും. അപ്പോൾ രേവതി ഇങ്ങനെ വിചാരിക്കണേ, ഇത് എന്തിനാ ഇപ്പൊ ആന്റണി ഈ ഷൂട്ടേജ് ചോദിക്കണേ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് അമ്പരന്ന് നിൽക്കാണ് രേവതി. അത് കഴിഞ്ഞ് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് രേവതി പുറത്തേക്ക് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആന്റണി വണ്ടിയിൽ കയറി പോയി കേട്ടോ. അപ്പൊ ശരത്തും കോളേജിലേക്ക് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞ് ശരത്ത് പോവാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് സച്ചിയുടെ കാർ വന്ന് നിൽക്കുന്നത്. സച്ചിയുടെ കാർ വന്ന് നിൽക്കുമ്പോൾ രേവതി പറയേണ്ട ശരത്തിനോട്ട്, ശരത്തെ അവരെ CCTV ഷൂട്ടേജ് ചോദിച്ചിട്ടാണ് വന്നത് ആന്റണി, ഇത് വേറെ ആരെയല്ല ശ്രുതി പറഞ്ഞു വിട്ടതാവും എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് സച്ചിയുടെ കാറിൽ വന്ന ദമ്പതികൾ ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ സച്ചി പറയണത്, എന്താണ് എൻ്റെ ഭാര്യ രേവതി, ഇത് രേവതിയുടെ അമ്മ, ഇത് രേവതിയുടെ അനിയൻ ശരത്ത് പറഞ്ഞ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ആ ചേച്ചി പറയണ രേവതിയോട്, രേവതി നീ ഭാഗ്യം ചെയ്തോളാം, നല്ലൊരു ഭർത്താവിനെ നിനക്ക് കിട്ടിയേക്കണത്. ഇത്ര നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരാൾ സംസാരിക്കുന്ന പോലെ തോന്നിയത്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി സച്ചി എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാം, അതാണ് സച്ചേട്ടൻ്റെ കഴിവ്, സച്ചേട്ടൻ്റെ വണ്ടിയിൽ ഒരു പ്രാവശ്യം കയറി വേറൊരു വണ്ടി വിളിക്കില്ല, സച്ചേട്ടൻ്റെ വണ്ടി മാത്രമേ വിളിക്കൂ, സച്ചേട്ടനെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ്, സച്ചേട്ടൻ വണ്ടിയിൽ കയറുന്നവരെ സ്വന്തം കുടുംബത്തിനെ പോലെ നോക്കുക, വേറൊരാളായിട്ട് കാണില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, മതി രേവതി പൊക്കിയത്, നീ നമുക്ക് പോവാം, അവർക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയും. നീ പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ എൻ്റെ സച്ചേട്ടൻ, എന്നാ പോവാൻ പറയുന്ന വരൂ പറഞ്ഞിട്ട് അവരേനെയും കുട്ടി രേവതി അകത്തേക്ക് പോവാണ്.
അകത്തേക്ക് പോയിട്ട് തിരുമേനി അവർക്ക് പൂജിച്ച് ഇതൊക്കെ കൊടുത്തിട്ട് അവരെയൊക്കെ അനുഗ്രഹിക്കുകയാണ്. രേവതി സച്ചിനെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയും രേവതി ഞങ്ങളൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാൻ പറയണം. അങ്ങനെ അവർ പ്രദക്ഷിണം വെക്കാൻ പോയ സമയത്ത് പറയണം മലേഷ്യയിൽ നിന്ന് വന്നതാ രേവതി, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അമ്പലത്തിൽ തൊഴുത് പറയുമ്പോൾ പറയും സച്ചേട്ടാ നമുക്ക് ഇന്ന് അവർക്ക് ഒരു സദ്യ കൊടുത്താലോ നമ്മുടെ വീട്ടിൽ, ഇന്നത്തെ ഫുഡ് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അവരുടെ പറയുമ്പോൾ അത് ഞാൻ അങ്ങനെ വിചാരിച്ചു രേവതി, പറയാം നമ്മൾ പറഞ്ഞ എന്തായാലും അവർ തള്ളിക്കളയാതിരിക്കില്ല, എന്തായാലും നോക്കിയൊക്കെ. പക്ഷെ സച്ചേട്ടൻ്റെ അമ്മ സമ്മതിക്കുമോ ചോദിക്കുമ്പോൾ പറയും അതൊക്കെ അച്ഛനോട് വിളിച്ചു പറയാം, അച്ഛൻ പറഞ്ഞ പിന്നെ അമ്മ ഒരക്ഷരം മിണ്ടില്ല എന്നൊക്കെ പറയും. അങ്ങനെ ചന്ദ്രോദയത്തിലേക്ക് മലേഷ്യൻ ദമ്പതികളെ വിരുന്ന് വിളിക്കാനുള്ള പ്ലാനിങ് ആണ് സച്ചി രേവതിയും കൂടി ഒരുക്കണത്. അപ്പൊ പറയുന്നുണ്ട്, അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഇവര് വരുമ്പോ ശ്രുതിനെ മുമ്പിൽ കൊടുന്ന് നിർത്താൻ, ശ്രുതിയോട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ പാർലറേട്ടത്തിയുടെ തനി കൊണ്ടൊന്ന് പുറത്തേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ, എങ്ങനെ പെരുമാറാൻ നോക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ ദമ്പതികളെ വിരുന്ന് വിളിക്കാനുള്ള തീരുമാനത്തിൽ ഇരിക്കുന്നതിന്റെ ഇടയിൽ അവർ തൊഴുതിട്ട് വരികയാണ്. തൊഴുതിട്ട് വന്നിട്ട് തൊഴുതി നോക്കുമ്പോൾ പറയും നീ നമുക്ക് പോയാലോ ചോദിക്കുമ്പോൾ സാറിന് ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി നോക്കുമ്പോൾ ഈ ഒന്നുമില്ല, നമ്മൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ അത്രയുള്ള പറയുമ്പോൾ സാർ ഇന്നത്തെ ഉച്ചത്തെ ഊണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നായാലോ, നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയ സന്തോഷമാകും പറയുമ്പോൾ അദ്ദേഹം പറയണോ ശരി തീർച്ചയായും അതിനെന്താ, ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കറങ്ങി നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല എന്ന് പറയണം. അപ്പൊ രേവതി പറയും ശരി നിങ്ങൾ ഇന്ന് ഇവരൊക്കെ സച്ചേട്ട ഇവരെയും കൂട്ടി സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വാ, അപ്പോഴേക്ക് ഞാനൊരു അടിപൊളി സദ്യ തയ്യാറാക്കാന്നൊക്കെ പറയണം. ഓ ശരി രേവതി പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവരിയ്ക്കുന്നത്. രേവതി സച്ചിൻ പ്ലാനിങ് ആണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ശ്രുതിയുടെ വിവരങ്ങൾ ഇന്ന് പുറത്തറിയാന്നുള്ള പ്ലാനിങ്ങിലാണ് അവരിയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ നടക്കുമ്പോൾ രേവതി സച്ചേട്ട ഒരു മിനിറ്റ് പറയും. അപ്പൊ എന്തേ ചോദിക്കുമ്പോൾ പറയും സച്ചേട്ട ഞാൻ ആ മാനേജറോട് CCTV ഷൂട്ടേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അയാൾ തരില്ല എന്നല്ല നീ പറഞ്ഞ അതെ, പക്ഷെ അത് ചോദിച്ചിട്ട് വേറൊരാളും കൂടി വന്നായിരുന്നു സച്ചേട്ട എന്ന് പറയണം. അപ്പൊ ആര് ചോദിക്കുമ്പോൾ ആന്റണിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ആന്റണിക്ക് എന്തിനാ CCTV ഷൂട്ടേജ് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് വേണ്ടിയെന്ന് വന്നതാവും അവൻ എനിക്ക് തോന്നണം സച്ചേട്ട, ഇപ്പം മനസ്സിലായില്ല അവർ തമ്മിൽ എന്തൊക്കെ ഇടപാടുകളുണ്ടെന്ന്, നമുക്കെല്ലാം തിരിച്ചറിയണം സച്ചേട്ട എന്നൊക്കെ പറയണം. ശരിയാ രേവതി, അവർ തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകളുണ്ട്. അപ്പൊ ശ്രുതിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആന്റണി വന്നേക്കണമെന്നുണ്ടെങ്കിൽ ആ ശ്രുതിക്ക് വേണ്ടിയിട്ടാവും. അപ്പൊ കുറെ കള്ളത്തരങ്ങൾ ഇനിയുണ്ട്, എന്തായാലും നമ്മളത് കണ്ടുപിടിച്ചാൽ മതിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ശ്രുതിക്കുള്ള അടുത്ത ട്രാപ്പാണ് ശ്രുതിക്കുള്ളത് വരാൻ പോകുന്നത് കേട്ടോ. ഈ ദമ്പതികൾ ഇനി ചന്ദ്രോദയത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസുകളെ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇന്ന് വരെ എൻ്റെ കഥ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് 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 നന്ദിയുണ്ട്. എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും താങ്ക്